ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷം. ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച് വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദ് ആഘോഷം. പെരുന്നാൾ ഉമ്മയ്ക്കൊപ്പം 20 വർഷത്തിന് ശേഷം സൗദിയിലെ ജയിലിൽ നിന്നും മോചിതനായ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തും. 20 വർഷത്തിന് ശേഷം സൗദിയിലെ ജയിലിൽ നിന്നും മോചിതനായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തും. രാവിലെ 7:25 കരിപ്പൂരിൽ വിമാനമിറങ്ങും. സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ ജയിലിലായ അബ്ദുൾ റഹീമിനെ ജനകീയ ഇടപെടലിലൂടെയാണ് മോചിപ്പിച്ചത്. 34.35 കോടി രൂപയാണ് ദയാധനമായി നൽകിയത്. സമാധാനം അകലെ. ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 3 മാസം. സമാധാന ചർച്ചകൾ തുടരുമ്പോഴും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും ആണവ പദ്ധതിയുടെ കാര്യത്തിലും അമേരിക്കയും ഇറാനും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയാണ്. യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുവാനും തുടങ്ങിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശക്തിപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം 60%-ലധികം വർദ്ധിപ്പിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശക്തിപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 60%-ലധികം വർദ്ധിപ്പിക്കുവാൻ അനുമതി. ഏജൻസിക്ക് 1227 ജീവനക്കാരെ അധികമായി അനുവദിച്ചു. ഇഡിയിലെ കേഡർ പുനഃസംഘടനയ്ക്കാണ് ധനമന്ത്രാലയം അംഗീകാരം നൽകിയത്. എക്സിക്യൂട്ടീവ്, ലീഗൽ, അഡ്ജുഡിക്കേഷൻ വെർട്ടിക്കലുകൾ ഉൾപ്പെടുന്ന 6 കേഡറുകളിലായി ആണ് വർധനവ്. 803 പേരെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റാങ്കിലും 606 പേരെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ റാങ്കിലേക്കും 531 പേരെ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറായും നിയമിക്കും. ജർമ്മനിയുടെ മോസ്റ്റ് വാണ്ടഡ് വുമൺ. 3 പതിറ്റാണ്ടുകൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ചു കഴിഞ്ഞ ഡാനിയേല ക്ലെറ്റയ്ക്ക് 13 വർഷം തടവ് വിധിച്ച് കോടതി. ജർമ്മനിയുടെ മോസ്റ്റ് വാണ്ടഡ് വുമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡാനിയേല ക്ലെറ്റയ്ക്ക് 13 വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി. 3 പതിറ്റാണ്ടുകൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ചൊളിച്ചിരുന്ന പിടികിട്ടാപ്പുള്ളിയായി പോലീസ് വിധിയെഴുതിയ മുൻ റെഡ് ആർമി ഫാക്ഷൻ അംഗമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഈ തീവ്ര ഇടത് ഗ്രൂപ്പിലെ അംഗങ്ങളിൽ പുറത്തുണ്ടായ അവസാനത്തെ വനിതയും ശിക്ഷിക്കപ്പെടുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കൻ ആക്രമണം. സൈന്യത്തിനും വാണിജ്യ ഗതാഗതത്തിനും ഭീഷണിയായ സ്ഥലം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കൻ ആക്രമണം. സൈന്യത്തിനും വാണിജ്യ ഗതാഗതത്തിനും ഭീഷണിയായ സ്ഥലം ലക്ഷ്യമിട്ട് ഇറാനിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ സ്ഫോടന ശബ്ദങ്ങൾ നടന്നതായി ഇറാൻ വാർത്താ ഏജൻസി ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. CMRL എക്സോലോജിക് സാമ്പത്തിക ഇടപാട്. റെയ്ഡിന് പിന്നാലെ അന്വേഷണം കടുപ്പിക്കുവാൻ ഇഡി. റെയ്ഡിന് പിന്നാലെ CMRL എക്സോലോജിക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം കടുപ്പിക്കുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ. വീണാട്ടി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുവാനും തീരുമാനമുണ്ട്. വ്യാജ കണക്കുണ്ടാക്കുവാൻ CMRL പണം കൈമാറിയവരിലേക്കും അന്വേഷണം നീളും. ഇന്നലെ നടന്ന റെയ്ഡിൽ 242 അക്കൌണ്ടുകളിലായി 18 കോടി രൂപയോളം മരവിപ്പിച്ചിരുന്നു. ഇതിൽ വീണാട്ടിയുടെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൌണ്ടും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.